എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് വയനാടിലാണ്. വയനാട് സ്പൈസസ് റൂട്ട് ആയുർവേദിക് റിസോർട്ട് എന്ന കോട്ടത്തറയിലെ റിസോർട്ടിലാണ് ഉള്ളത്. എന്തായാലും ഇവിടെ വന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ റിസോർട്ട് മൊത്തം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ റിസോർട്ടൊക്കെ ഒന്ന് കാണാം. ഇതൊരു ഹട്ടാണ്. ഇവിടെ ഇതേപോലത്തെ കുറേ കോട്ടേജസ് ഉണ്ട്. ഇതേപോലത്തെ ഒരു 2 ഹട്ടുകളാണ് ഞങ്ങൾ എടുത്തേക്കുന്നത് ഇവിടെ. എന്നിട്ട് പിന്നെ എൻ്റെ അപ്പുറത്ത് ഈ കുളം കണ്ടില്ലേ, അത് പെഡൽ ബോട്ടിങ്ങിനുള്ള സ്ഥലമാണ്. ഈ റിസോർട്ട് തന്നെ ഇവിടെ ഒരുക്കിയേക്കണ ഒരു സംവിധാനമാണിത്. പിന്നെ ആ വീട് കണ്ടില്ലേ, ആ വീടാണ് ഇവിടുത്തെ ഫാം ഹൗസ്. ഇവിടെ 10 ആൾക്കാരൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ അവർക്ക് ഇവിടെ താമസിക്കാം. ഈ വഴി പോയാൽ ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്ന ഏരിയയാണ്. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാം ഹൗസ്. 10 ആൾക്കാരൊക്കെ വന്നാലൊക്കെ നല്ല എൻജോയ് ചെയ്ത് ഇവിടെ താമസിക്കാം. പക്ഷെ ഞങ്ങൾ 7 ആൾക്കാരേ ഉള്ളൂ. ഇവിടെ ബുക്കിംഗ് ഒക്കെ ഫുള്ളായതുകൊണ്ട് ഞങ്ങൾക്ക് 2 ഹട്ടേ കിട്ടുള്ളൂ. അവിടെയാണ് ഞങ്ങളിന്ന് താമസിക്കാൻ പോണത്. ബോട്ടിങ്ങിനൊക്കെ പോണ വഴിയാണിത്. ഇതിൽ കൂടെ പോയ ഫാം ഹൗസ് എത്തും. ഇവിടെ മോളിൽ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലൊക്കെ ഉണ്ട്. അത് നമുക്ക് പത്തിച്ചൊക്കെ കൊണ്ടുപോകാം. പിന്നെ ഇവിടെ കുറേ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും കാപ്പിക്കുരു, പിന്നെ എന്തൊക്കെയാ, സപ്പോട്ട, ഏലക്കായ, വാഴ, പിന്നെ വേറെ ഏതൊക്കെ ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ അത്രയും കണ്ടുള്ളൂ ഇവിടെ വന്നിട്ട്. അതാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ഫാം ഹൗസ്. അവിടെ പോയാൽ നമ്മുടെ ബോട്ടിങ്. ഫാം ഹൗസിലേക്കുള്ള എൻട്രി. ബോട്ട് ഹൗസിലാണ്. ഇവിടെ മരത്തിൻ്റെ ഒരു പാലം പോലെയാണ്. മരം വെച്ചിട്ട് മരത്തിൻ്റെ ആമയാണത്. എന്താ അവിടെ ഒരു ആമയാണോ തോന്നുന്നു. ഇവിടെ പെഡൽ ബോട്ടാണുള്ളത്. അപ്പൊ ഒരു പെഡൽ ബോട്ടേ കുറച്ചുണ്ട്. ഇവിടെ വ്യൂ ഒക്കെ നല്ല വ്യൂ ആണ്. അവിടെ ബെഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. മരത്തിൻ്റെ തന്നെയാണ് ബെഞ്ച്. വളരെ ചൂടാണ്. നമുക്കിന്നാ പോവാം. ഇവിടെ ഒന്ന് ബോട്ടിങ്ങിന് വന്ന് കയറുന്ന സ്ഥലത്ത് പോയിട്ട് ഇവിടെ ഒരു ഹട്ടുണ്ട്. നല്ല പഴുത്തതാണ്. പച്ച ഭാഷ മതി ഒരെണ്ണം മതി നടക്കിപ്പോ തൽക്കാലം.
ഞങ്ങളെ ഹട്ടെത്തും. ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഹട്ട് എത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഹട്ട്. അവിടെ 2 ഹട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് പോവാണ്. Come on, come on, come on. പാർക്ക് ഉണ്ട്. ആ പാർക്കിലോട്ട് പോവാം. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഊഞ്ഞാലും മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ 2 ബെഞ്ചുണ്ട് ആൾക്കാർ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള. ആ ഭംഗിയാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഭംഗിയിൽ. നിങ്ങൾ എന്തായാലും ഈ റിസോർട്ടിൽ വന്ന് എന്തായാലും താമസിക്കണം. പറ്റുന്നവരെല്ലാവരും റിസോർട്ടിൽ വന്ന് താമസിക്കണം. വയനാട് പോവുകയാണെങ്കിൽ ഈ റിസോർട്ടിൻ്റെ പേര് സ്പൈസസ് റൂട്ട് ആയുർവേദിക് റിസോർട്ട് കോട്ടത്തറ എന്നാണ് ഇതിൻ്റെ പേര്. എല്ലാവരും ഇവിടെ വന്ന് താമസിക്കണം. നല്ല വീൽസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പെഡൽ ബോട്ടിങ് ചെയ്യാം. എല്ലാം സ്വിമ്മിങ് പൂൾ അടക്കം ഉണ്ട്. സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് അവിടെ. അപ്പം നമ്മളിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ കുളം ഉണ്ട് കേട്ടോ. മീൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. ചെറിയ അനക്കൊക്കെ ഉണ്ട്. മീനുണ്ടെന്തായാലും. ആമ അല്ലെങ്കിൽ മീനുണ്ടാവും, അല്ലെങ്കിൽ പാമ്പുണ്ടാവും. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയും. അല്ല, പുട്ടും ചെറുപയറും. ഇത് ഇവിടുത്തെ തറവാട് വീടാണ്. ഇവിടെ ഏറ്റവും വലിയ വീടാണിത്. ഇവിടെ 40 ആൾക്കാരൊക്കെ വരുമ്പോൾ താമസിക്കുന്ന ഒരു വീടാണിത്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഫാമിലി മൊത്തം ഇവിടെ ഇപ്പോൾ സ്റ്റേ ഉണ്ട് വീട്ടിലിപ്പോൾ. കാരണം ഇവിടെ ആർക്കും എൻട്രി ഇല്ല.
നിങ്ങൾ തീർച്ചയായും ഇവിടെ താമസിക്കണം. ഭംഗിയുള്ള പൂക്കൾ. ഇതിൻ്റെ പൂക്കൾ സാധനം മുള്ളു പോലെ ഉണ്ടായിരുന്നു. ആ മറ്റേ റംബൂട്ടാൻ്റെ പോലത്തെ നല്ല കൂർത്ത മുള്ളുള്ള ഒരു സാധനം. കൊറോണ വൈറസിനെ പോലെ ഇങ്ങനെ കാണിച്ചു തരാം. കൊറോണ വൈറസിനെ പോലെ ഇരിക്കും. കൊറോണ വൈറസ് ശരിക്കും കൊറോണ വൈറസ്, ഒരു മാറ്റം ഇല്ലാത്ത കൊറോണ വൈറസ്. കൊറോണ വൈറസ് ഒന്നുമില്ല. ഈ കാണുന്നതാണ് നമ്മുടെ കോട്ടേജ്. ഇതിന്റെ അപ്പുറത്തായിട്ടുള്ളൊരു പുഴയുണ്ട്. നിങ്ങൾ കോട്ടത്തറ ഭാഗത്ത് വരികയാണെങ്കിൽ എന്തായാലും സ്പൈസസ് റൂട്ട് ആയുർവേദിക് റിസോർട്ടിൽ എന്തായാലും കോട്ടത്തറയിൽ താമസിച്ചിരിക്കണം. ഇത് വളരെ നല്ലൊരു സ്ഥലമാണ്. നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ റിസോർട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, ഞാൻ പോയിട്ട് പിന്നെ ഒരു വീഡിയോയിൽ വരാം. ബായ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേട്ടാ. ബായ്.